ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 5-ാം അധ്യായമായ ഭാനദർശനത്തിലെ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 3-ാമത്തെ ശ്ലോകം: ദൃശ്യതാമിഹ കായോഹം ഖഡോയമിതി ദൃശ്യതേ സ്ഥൂലമാശ്രിത്യ യദ്ഭാനം സ്ഥൂലം തദ്വിധി മന്യതേ. ഒന്നുകൂടി: ദൃശ്യതാമിഹ കായോഹം ഖഡോയം ഇതി ദൃശ്യതേ സ്ഥൂലമാശ്രിത്യ യദ്ഭാനം സ്ഥൂലം തദ്വിധി മന്യതേ. അന്വയം: സ്ഥൂലം ആശ്രിത്യ യദ്ഭാനം അഹം കായ അയം ഖഡ ഇതി ദൃശ്യതേ തത് ഭാനം സ്ഥൂലം ഇതി മന്യതേ. ഇവിടെ സ്ഥൂലമായ വസ്തുക്കളെ ആശ്രയിച്ചുണ്ടാകുന്ന സ്ഥൂലഭാനത്തെപ്പറ്റി പറയുന്നു. സ്ഥൂലഭാനം എന്നാൽ സ്ഥൂലമായ വസ്തുക്കളുടെ കാഴ്ചയും അവയുണ്ടാക്കുന്ന അനുഭവവുമാണ്. ജാഗ്രതാവസ്ഥയിൽ ഞാൻ അഥവാ ആത്മാവ് സ്ഥൂലദേഹത്തെ ആശ്രയിച്ചുകൊണ്ട് ലോകവീക്ഷണം ചെയ്യുന്നു എന്നുള്ള കാര്യം മുൻപ് പറയപ്പെട്ടിട്ടുള്ളതാണല്ലോ. അങ്ങനെയുള്ള ജാഗ്രതാവസ്ഥയിൽ എല്ലാവരും തന്നെ താൻ ശരീരമാണ് എന്നുള്ള വിചാരത്തോടു കൂടിയാണ് കഴിയുന്നത്. ഞാൻ വാതരോഗിയാണ്, ഞാൻ സുന്ദരനാണ്, എന്നെ അവൻ തല്ലി എന്നൊക്കെ പറയുന്നത് താൻ ദേഹമാണ് എന്ന വിചാരത്തിൽ നിന്നുകൊണ്ടാണ്. ആ അവസ്ഥയിലാണ് കായോഹം ദൃശ്യത, ഞാൻ ദേഹമാണ് എന്ന് കണ്ടറിയുന്നത്. അതുപോലെ ഞാനല്ലാത്ത മറ്റൊരു വസ്തുവിനെ കണ്ടുകൊണ്ട്, ഒരു കുടത്തെ കണ്ടുകൊണ്ട് അയം ഘട, ഇത് കുടമാണ് എന്ന് കുടത്തെ കണ്ടറിയുന്നത്. ഇങ്ങനെയുള്ള സ്ഥൂലഭാനങ്ങളിലൂടെയാണ് ആത്മാവിന് ദേഹോഹഭാവം, താൻ ദേഹമാണ് എന്ന ചിന്തയും അഥവാ അഹന്തയും, അതുപോലെ ഞാൻ കാണപ്പെടുന്നതായ അറിയപ്പെടുന്നതായ അനേകങ്ങളായ വസ്തുക്കൾ ഉണ്ട് എന്ന ചിന്ത അഥവാ ഇദന്തയും ഉണ്ടാകുന്നത്. ഇവിടെ കായോഹം, ഞാൻ ദേഹമാണ് എന്നുള്ള ബോധം ഉണ്ടാക്കി തന്ന ഭാനം ദേഹത്തെ ആശ്രയിച്ചാണ് ഉണ്ടായത്. അതുകൊണ്ട് ദേഹം ഈ ഭാനത്തിന് ഭാനാശ്രയമാണ്. അതുപോലെ ഖഡോയം അയം ഖഡ, ഇത് കുടം എന്ന അറിവ് ഉണ്ടാക്കിയ ഭാനത്തിന് കുടം എന്ന വസ്തു ഭാനാശ്രയവുമാണ്. അടുത്ത ശ്ലോകത്തിൽ സ്ഥൂലഭാനത്തിൽ സാമാന്യം വിശേഷം എന്നിങ്ങനെയുള്ള തരംതിരിവിനെപ്പറ്റി പറയുന്നു. 4-ാമത്തെ ശ്ലോകം: അത്ര കായോ ഘട ഇതി ഭാനം യത്തദ്വിശിഷ്യതേ തദാഹമയമിതി യത് സാമാന്യമിതി ച സ്മൃതം. ഒന്നുകൂടി: അത്ര കായോ ഘട ഇതി ഭാനം യത്തദ്വിശിഷ്യതേ തദാഹമയമിതി യത് സാമാന്യമിതി ച സ്മൃതം. അന്വയം: അത്ര യദ്ഭാനം കായം ഘട ഇതി തദ് വിശിഷ്യതേ തഥാ അയം അഹം ഇതി യത് തത് സാമാന്യം ച സ്മൃതം. ഇവിടെ ദേഹം, കുടം എന്നീ വസ്തുക്കളുടെ അറിവുണ്ടാക്കിയ ഭാനം വിശേഷഭാനവും ഇത് ഞാൻ എന്നീ അറിവുകൾ ഉണ്ടാക്കിയ ഭാനം സാമാന്യഭാനവുമാണ്. കോഹം, ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്, അഥവാ അഹം എന്ന തൻ്റെ അഹം എന്നതിൻ്റെ വിശേഷണമായിട്ടാണ് വരുന്നതായതുകൊണ്ടാണ് കായം, അതായത് ശരീരം എന്നത് വിശേഷഭാനവും അഹം
ഞാൻ എന്നത് സാമാന്യഭാനവുമാകുന്നത്. അതുപോലെ കോയം ഇതെന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നതാകയാൽ ഘടം കുടം എന്നത് വിശേഷഭാനവും അയം ഇത് എന്നത് അതിൻ്റെ സാമാന്യഭാനവുമാകുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.